ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോവിൻ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റിയെടുക്കാം, അതേപോലെ തന്നെ നമുക്ക് പാസ്പോർട്ട് ഡീറ്റെയിൽസ് എങ്ങനെ ഈ കോവിൻ സർട്ടിഫിക്കറ്റിൽ ആഡ് ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിവിടെ നോക്കുക, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ശതമാനം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് സബ്സ്ക്രൈബ് ചെയ്തവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടി മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. അപ്പം കീപ് സപ്പോർട്ടിങ്. അതിനായിട്ട് ആദ്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട് ലിങ്ക്, അല്ലെങ്കിൽ കോവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ഒരു OTP നമ്മുടെ മൊബൈൽ നമ്പറിൽ വരുന്നതാണ്, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ. അപ്പോൾ ആ OTP കറക്റ്റായിട്ട് അടിച്ച് കൊടുത്തിട്ട് വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആരുടെയൊക്കെ പേരിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഗോപാലകൃഷ്ണൻ എന്നുള്ള ആളുടെ പേരിലാണ് കറക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഗോപാലകൃഷ്ണൻ എന്നുള്ള പേരാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിൽ കറക്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെൽഫ് കറക്ഷനിൽ നെയിമാണ് എനിക്ക് മാറ്റാനുള്ളത്. അപ്പോൾ ഞാൻ നെയിം മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കിതിലിപ്പം മൊത്തം 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണമേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഒറ്റ കറക്ഷൻ പോസിബിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യുക. അപ്പം ഞാനിവിടെ നെയിം മാത്രം എനിക്ക് മാറ്റേണ്ടതുകൊണ്ട് ഞാൻ പാസ്പോർട്ടിലെ പോലെ നെയിം മാറ്റുവാണ്. പാസ്പോർട്ടിലെ കൂട്ടി നെയിം മാറ്റിയാൽ മാത്രമേ നമുക്ക് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോൾ അവർ കറക്റ്റായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മിസ് മാച്ചാണെന്നും പറഞ്ഞ് ഇത് റിജക്റ്റ് ആയി പോകത്തതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പാസ്പോർട്ടിലെ പോലെ ഫുൾ നെയിം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വന്നിരിക്കുന്നത് പ്ലീസ് വെരിഫൈ യുവർ ഡീറ്റെയിൽസ് കെയർഫുള്ളി എന്നാണ്. നിങ്ങളെല്ലാം ഒന്ന് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് അവിടെ ടിക്ക് ചെയ്യാനുണ്ട്. അത് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലോട്ട്, ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് ഇത് ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നതാണ്. എനിക്ക് ഏതാണ്ട് 1 മിനിറ്റിൽ തന്നെ നമുക്ക് കൺഫർമേഷൻ മെസ്സേജ് വന്ന് ആക്സെപ്റ്റ് ആയെന്നും പറഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ നമുക്കത് ആയോന്ന് നോക്കാൻ ലോഗൗട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ നമ്മുടെ മൊബൈൽ അടിച്ച് കയറുകയാണ്. ഗെറ്റ് OTP വരും. അപ്പോൾ നമുക്ക് OTP കറക്റ്റായിട്ട് അടിച്ചാൽ നമുക്ക് നോക്കാം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ആ പേര് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇത് ചിലപ്പോൾ ഇച്ചിരി താമസം ഉള്ളതായിരിക്കും. ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഗോപാലകൃഷ്ണൻ എന്നുള്ള ഫുൾ നെയിം, നമുക്ക് പാസ്പോർട്ടിലെ കൂട്ടുള്ള നെയിം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ താഴെ ഇപ്പം ആധാർ കാർഡാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുവാണ്. സർട്ടിഫിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തപ്പോൾ നമുക്ക് അതിൽ പേര് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ പേര് അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്, നമുക്ക് കാണാം. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇതേപോലെ നമ്മൾ റേസ് ആൻഡ് ഇഷ്യൂവിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നതിൽ നമ്മളിപ്പം ചെയ്തതിൻ്റെ ഒരു സ്റ്റാറ്റസാണ് വന്നിരിക്കുന്നത്. സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അതേപോലെ നമ്മൾ അടുത്ത റേസ് ആൻഡ് ഇഷ്യൂവിൽ ആഡ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പാസ്പോർട്ടിൽ ആദ്യം നെയിം ചേഞ്ച് ചെയ്തതിന് മാത്രമേ നമ്മളിത് ചെയ്യാൻ പോകാവൂ. അപ്പോൾ നമുക്ക് പാസ്പോർട്ടിലെ കൂട്ടുള്ള നെയിം ഇവിടെ കൊടുത്തു. അതേപോലെ നമുക്ക് പാസ്പോർട്ട് നമ്പർ നമ്മളവിടെ കൊടുത്തിട്ട് ഐ ഹിയർ ബൈ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇത് കൊടുക്കാവൂ. ഒറ്റവട്ടമേ നമുക്കിതിൽ എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം ചെയ്യുക. അപ്പം നമ്മുടെ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ മൊബൈൽ നമ്പറിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. അതൊന്ന് ശരിയായോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്നുകൂടെ ലോഗൗട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ആ മൊബൈൽ നമ്പർ ഒന്നുകൂടെ അടിച്ചിട്ട് OTPക്ക് കൊടുത്തു. OTP ഇപ്പം വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒത്തിരി പേരാണ് ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കോവിനിൽ എങ്ങനെ കറക്ഷൻ മാറ്റുന്നതെന്ന് ഒത്തിരി പേര് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കവിടെ 2ൻ്റെയും സ്റ്റാറ്റസിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റിൽ കറക്ഷൻ വരുത്തിയതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അവിടെ നമുക്കിപ്പോൾ ആധാർ മാറിയിട്ട് പാസ്പോർട്ടൊന്നും ആയിട്ടുണ്ട്. ഞാനിവിടെ ബ്ലർ ചെയ്തേക്കുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റാത്തത്. ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്കപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഗോപാലകൃഷ്ണൻ എന്നുള്ള പേരുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പാസ്പോർട്ട് നമ്പറും ആഡായി കിട്ടിയിട്ടുണ്ട്. പാസ്പോർട്ടിലെ കൂട്ടുള്ള പേരുമായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ ബാച്ച് നമ്പറും ഉണ്ട്, വാക്സിൻ നെയിം ഉണ്ട്. എല്ലാം നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കോവിനിലെ സർട്ടിഫിക്കറ്റിലെ നെയിം മാറ്റി അതേപോലെ പാസ്പോർട്ട് ഡീറ്റെയിൽസും ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്.
ഇതേപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലെ മൂന്നാമത്തെ ഓപ്ഷനാണ്. അതെന്തെന്ന് വെച്ചാൽ മേർജ് മൾട്ടിപ്പിൾ സർട്ടിഫിക്കറ്റ് എന്നാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ഒന്നിൻ്റെയും രണ്ടിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമല്ല. നമുക്കിപ്പോൾ ഒരേ മൊബൈൽ നമ്പറിൽ എന്ന് വെച്ചാൽ ഒരാൾക്ക് തന്നെ 2 മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ട് ഡോസ് 1ൻ്റെ 2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മേർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും കൂടെ ഉൾപ്പെടെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഇതല്ല നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് തെറ്റിദ്ധരിക്കല്ലേ. നമുക്കിപ്പം ഒന്നിൽ കൂടുതൽ ഒരാൾക്ക് തന്നെ 2 മൊബൈൽ നമ്പർ, അതായത് ഒന്ന് കോവിനിൽ നിന്നും മറ്റൊന്ന് വേറെ എവിടുന്നെങ്കിലും മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് മേർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം അല്ലാതെ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും കൂടെ മേർജ് ചെയ്തുള്ള ഒറ്റ സർട്ടിഫിക്കറ്റ് അല്ല നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം നിങ്ങളത് തെറ്റിദ്ധരിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഫോം എന്തിനാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും കൂടെ മേർജ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റായിട്ട് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിവിടെ എൻ്റെ പേരടിക്കാൻ നോക്കി. അപ്പോൾ പേരടിക്കാൻ നോക്കിയിട്ട് ഇവിടെ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഫസ്റ്റ് ഡോസിൻ്റെ തന്നെ ഒന്നിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ്, അത് 2 മൊബൈൽ നമ്പറിൽ ചെയ്തവരാണെങ്കിൽ അത് മേർജ് ചെയ്ത് ഒന്നായി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് നമുക്ക് ഉപകാരപ്പെടുക. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. അങ്ങനെ മേർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് താഴെ സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഇറ്റ്സ് മീ ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്.